അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബജ്ജിയാണെന്ന് നിങ്ങളെല്ലാവരും കരുതും, പക്ഷേ അതല്ല. അതിൻ്റെ അടുത്തിരിക്കുന്ന ചമ്മന്തിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിയനയില ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും വരെ കഴിക്കാൻ പറ്റിയ വിഭവമാണ് ഇത്. ഇനി നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടത് സാധനങ്ങളെന്ന് നോക്കാം. കുറച്ച് പുതിയനയിലയും മല്ലിയിലയും പിന്നെ 2 സവോളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ബാക്കിയുള്ളത് നമുക്ക് വഴിയേ പറയാം. ഇനി നമുക്ക് ഈ സവോളയൊന്ന് അരിഞ്ഞെടുക്കാം. അത്യാവശ്യം കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളി കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. പിന്നെ ഈ മല്ലിയില നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം മല്ലിയിലയാണ്. ഇത് നിറത്തിലും മണത്തിലൊന്നും വേറെ നമ്മുടെ മല്ലിയില വെച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല, ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ വീട്ടിൽ അതിൻ്റെ ചെടിയുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 5 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒരുപാട് കരിഞ്ഞു പോകാതെ ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട്. സവോളയുടെ കളർ നന്നായിട്ട് മാറണം, എന്നാലേ ഈ ചമ്മന്തിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആയി വന്നിട്ടുണ്ട് സവോള നമ്മുടെ. അപ്പോൾ നമ്മളിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ പുതിന ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇലയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം. അതിൻ്റെ മണവും രുചിയൊക്കെ വേറെ ഒരു ലെവലിലെത്തിക്കുന്നത് ഈ പുതിന ഇലയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴറ്റി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് ചെറുതായിട്ടൊന്ന് കുറയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഴറ്റി വെച്ചതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ചമ്മന്തിയുടെ കൂടെ മുളക് ബജ്ജി ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് കഴിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കിയെടുത്താലോ. ബജ്ജി മുളക് നമ്മൾ 2ആയിട്ട് കീറുന്നുണ്ട്. ബജ്ജിക്കുള്ള ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുന്നെങ്കിൽ അതൊന്ന് കുഴച്ച് വയ്ക്കണം, എന്നാലേ നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നമുക്ക് ഈ മുളക് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്താലോ. അപ്പോൾ ബജ്ജി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. നമ്മുടെ വീട്ടിൽ മുളക് ബജ്ജി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കടലമാവ് ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ലത്. മൈദ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് മൊത്തം എണ്ണയൊക്കെ കുടിച്ച് കുറേ എണ്ണ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കടലമാവ് ഉപയോഗിച്ചാൽ നമ്മുടെ ബജ്ജി കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മുരുമുരാന്നുള്ള ബജ്ജി ഇവിടെ റെഡിയായി. നമ്മുടെ ചമ്മന്തി അടിപൊളിയാക്കിയിട്ട് ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഒരു ബജ്ജി എടുത്തിട്ട് നമുക്ക് ചമ്മന്തി മുക്കി കഴിച്ച് നോക്കിയാലോ. വായിൽ വെള്ളം ഊറിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബജ്ജിയും ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.